ക്വിക്ക് ഈസി കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ട്രൈകളർ വട്ടയപ്പമാണ്. വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി 2.5 കപ്പ് പച്ചരി 6 മണിക്കൂർ കുതിർക്കുവാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ വയ്ക്കാം. 6 മണിക്കൂർ കഴിഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയെടുത്ത അരി, ഒരു തേങ്ങയുടെ പീര, ചോറ് 1/2 കപ്പ്, 3 സ്പൂൺ അവല്, 5 സ്പൂൺ പഞ്ചസാര, സ്വല്പം ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് ഒരു മിക്സിയിലിട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത മാവാണ്. ഈ പരുവത്തിൽ നമ്മൾ ഇത് തയ്യാറാക്കണം. ഈ അരച്ച് വച്ചിരിക്കുന്ന മാവ് 2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് വാം വാട്ടറിൽ കലക്കി, 1 സ്പൂൺ വാം വാട്ടറിൽ കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഓവർനൈറ്റ് കുളിക്കുവാൻ വേണ്ടി വയ്ക്കുക. ഇപ്പോൾ രാവിലെ 7 മണിയായി. കുളിച്ച് കാലത്ത് നല്ല കുമളയോട് കൂടി വന്നിരിക്കുന്ന ഈ മാവ് നമുക്ക് അപ്പത്തിന് വേണ്ടി ഉപയോഗിക്കാം. ട്രൈകളർ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി 3 പാത്രത്തിൽ മാവ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് 2 പാത്രത്തിലേക്ക് 2 തരം കളർ യൂസ് ചെയ്യാം. ഒന്ന് സാഫ്രോൺ കളറാണ്, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. മറ്റൊന്ന് ഗ്രീൻ കളറാണ്, അത് 2ാമത്തെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് നല്ലതുപോലെ ഇത് ഇങ്ങനെ ഇളക്കി മിക്സ് ആക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നല്ലൊരു കളർ വരട്ടെ, അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ കളർ ചേർത്ത മാവ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഗ്യാസിന്റെ മുകളിൽ ഒരു സ്റ്റീമർ വെച്ച് അതിൽ 4-5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അപ്പം ഉണ്ടാക്കുന്ന പാത്രം ഗ്രീസ് ചെയ്ത് വെച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആ ഗ്രീൻ കളർ ഉള്ള മാവ് ആവശ്യമുള്ളതിന്റെ 1/3 ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മൂടിയെടുത്ത് അടച്ച് വെച്ച് ചെറുതായിട്ട് വേവിക്കാം. ഇതിന്റെ ഫ്ലെയിം കൂട്ടി ഒരു 3 മിനിറ്റ് വേകാൻ വേണ്ടി വയ്ക്കുക. ഗ്രീൻ കളറിന്റെ മാവ് സെറ്റായി. അതിന്റെ മുകളിലേക്ക് നമുക്ക് വൈറ്റ് മാവ് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് മാവ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. വൈറ്റ് കളറും സെറ്റായി. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സാഫ്രോൺ കളർ ഒഴിച്ചു കൊടുക്കുകയാണ്. സാഫ്രോൺ കളർ ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് വിതറി കൊടുക്കാം. വീണ്ടും അടച്ച് ഒരു 3-4 മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ വട്ടയപ്പം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഭർത്താവ് വട്ടയപ്പം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അതേ മാവ് കൊണ്ട് തന്നെ ഇഡ്ലി ഉണ്ടാക്കി. അതും നല്ല ട്രൈ കളറാണ്, കാണാൻ നല്ല രസമാണ്, ടേസ്റ്റിയുമാണ്. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.